ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ PYQ ഡിസ്കഷൻ്റെ 12ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ LDC 2024 കോട്ടയം കോഴിക്കോട് ജില്ലയിൽ നടന്ന ചോദ്യപേപ്പറും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ നമുക്ക് നോക്കാം. മൗഗി ബവേണ്ടി, ലൂയിസ് ബ്രസ്, അലക്സി എക്കിമോവ്. അതേപോലെ തന്നെ ക്ലോഡിയ ഗോൾഡിൻ, പിയറി അഗസ്റ്റിനി, നർഗീസ് മുഹമ്മദി. ഡേവിഡ് കാർഡ്, ബെർനാക്കെ, പിയറി അഗസ്റ്റിനി, ആൻ എൻ ഹുള്ളിയർ, കഫർ അലി, ഫെഡറിക് ക്രൗസ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ. ഓൾറെഡി നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് പോയതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം നമ്മൾ മെമ്മറി കോഡ് വെച്ചും പഠിച്ചു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ അകത്ത് ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ്? മൗഗി ബവേണ്ടി, ലൂയിസ് ബ്രസ്, അലക്സി എക്കിമോവ്. ഈ 3 ശാസ്ത്രജ്ഞന്മാരാണ് 2023 നൊബേൽ സമ്മാനം പങ്കിട്ടെടുത്തത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഈ ഒരു ചോദ്യം. അപ്പോൾ ഓർത്തു വെച്ചോ, 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് മൗഗി ബവേണ്ടി, ലൂയിസ് ബ്രസ്, അലക്സി എക്കിമോവ്. ഇതിൻ്റെ നമ്മൾ മെമ്മറി കോഡായിട്ട് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കിടക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അത് പക്ക സെറ്റായിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് 2020 മുതൽ 2024 വരെ രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണെന്നുള്ളതും അവർ എന്ത് കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. 2024 ഇനി ഏറ്റവും റിപ്പീറ്റഡ് നിലവിൽ ചോദിച്ചേക്കണത് രസതന്ത്രത്തിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാമുകളിൽ നമുക്ക് 2024 പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതും 3 പേർക്ക് തന്നെയാണ്. ഡേവിഡ് ബേക്കർ, അതേപോലെ തന്നെ ഡെമിസ് ഹസാബിസ്, അതേപോലെ ജോൺ എം ജംബർ. അപ്പോൾ ഈ 3 പേർക്കാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഒന്നുകൂടി പറയാം, 2024 രസതന്ത്ര നൊബേൽ സമ്മാനം പങ്കിട്ടെടുത്തത് 3 പേരാണ്. ഒന്നാമത്തെ വ്യക്തിയാണ് ഡേവിഡ് ബേക്കർ, അതേപോലെ തന്നെ ഡെമിസ് ഹസാബിസ്, പിന്നെ ജോൺ എം ജംബർ. ഈ 3 പേർക്കാണ് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2024. ഇനി എന്ത് കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് ഈ ഒരു നൊബേൽ സമ്മാനം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്, പ്രോട്ടീൻ ഘടനയുടെ പ്രവചനത്തിനുമാണ് ഈ 3 ശാസ്ത്രജ്ഞന്മാർക്ക് രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, എന്തിനാണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കും അതേപോലെ തന്നെ പ്രോട്ടീൻ ഘടനയുടെ പ്രവചനത്തിനുമാണ് ഇവർക്ക് 2024 നൊബേൽ സമ്മാനം ലഭിച്ചത്. 3 പേരാണ്: ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം, നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമാണ്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ വ്യക്തിയായിരുന്നു മൗഗി ജി ബവേണ്ടി, അതേപോലെ തന്നെ ലൂയി ഇസ് ബ്രൗസ്, അതേപോലെ അലക്സി എക്കിമോവ്. ഓക്കെ, 3 പേർ തന്നെയാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം പങ്കിട്ടെടുത്തത്. മൗഗി ബവേണ്ടി, ലൂയിസ് ബ്രൗസ്, അതേപോലെ തന്നെ അലക്സി എക്കിമോവ്. എന്തായിരുന്നു അവരുടെ കണ്ടുപിടുത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തിയതിനും വികസിപ്പിച്ചതിനുമാണ് അവർക്ക് 2023 നൊബേൽ സമ്മാനം ലഭിച്ചത്. ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും. ഓക്കെ, 2022 നമ്മൾ നോക്കുകയാണെങ്കിൽ കരോലിൻ ആർ ബെർട്ടോസി, മോർട്ടൻ പി മെൽഡൻ, അതേപോലെ കാൾബാരി ഷാർപ്ലേസ്. ഓക്കെ, 3 പേർക്ക് തന്നെയാണ് 2022 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് കെമിസ്ട്രിയും ബയോ ഓർത്തഗോണൽ കെമിസ്ട്രിയുടെയും വികസനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന 3 വ്യക്തികൾക്ക് 2022 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. കരോലിൻ ആർ ബെർട്ടോസി, മോർട്ടൻ പി മെൽഡൻ, കാൾബാരി ഷെർപ്ലേസ് എന്ന് പറയുന്ന 3 വ്യക്തികൾക്ക് ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നൊബേൽ സമ്മാനം അവർക്ക് ലഭിച്ചത്. 2021 ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മക്മില്ലൻ എന്ന് പറയുന്ന 2 പേർക്കാണ് നിലവിൽ രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ 2 പേർക്കാണ്
2021 ലഭിച്ചിട്ടുള്ളൂ. രസ തന്മാത്രകൾ വികസിപ്പിക്കുന്നതിനുള്ള അസിമെട്രിക് ഓർഗാനോ കാറ്റലിസ് എന്ന രീതി വികസിപ്പിച്ചതിനാണ് അവർക്ക് 2021 നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ബെഞ്ചമിൻ ലിസ്റ്റിനും അതേപോലെ തന്നെ ഡേവിഡ് മക്മില്ലൻ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് 2021 നൊബേൽ സമ്മാനത്തിന് അർഹനായത്. എന്തായിരുന്നു അവരുടെ കണ്ടുപിടുത്തം എന്ന് ചോദിച്ചാൽ മക്കളെ, രസതന്മാത്രകൾ വികസിപ്പിക്കുന്നതിനുള്ള അസിമെട്രിക് ഓർഗാനോ കാറ്റലിസ് എന്ന രീതി വികസിപ്പിച്ചതിനാണ് ഈ ഒരു നൊബേൽ സമ്മാനം അവർക്ക് ലഭിച്ചത്. 2020 ഇമ്മാനുവൽ ഷാർപ്പൻഡയർ അതേപോലെ തന്നെ ജെന്നിഫർ എ ഡൗട്ട്ന എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാർ, ഇവർക്കാണ് നിലവിലെ 2020 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. എന്തിനായിരുന്നു അവർക്ക് ഈ ഒരു രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീനോം എഡിറ്റിങ്ങിനുള്ള ഒരു രീതി വികസിപ്പിച്ചതിനാണ്. അപ്പോൾ ജീനോം എഡിറ്റിംഗ് എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. 2020 ഇമ്മാനുവൽ ഷാർപ്പൻഡയർ അതേപോലെ തന്നെ ജെന്നിഫർ എ ഡൗട്ട്ന എന്തായിരുന്നു വികസിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ജീനോം എഡിറ്റിംഗ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2021 ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മാക്മില്ലനും എന്തായിരുന്നു കണ്ടുപിടുത്തം എന്ന് ചോദിച്ചാൽ അസിമെട്രിക് ഓർഗാനോ കാറ്റലിക്സ് കണ്ടുപിടിച്ചതിന് ഭാഗമായിട്ടാണ് അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. 2022 കരോലിൻ ആർ ബർട്ടോസി, മോർട്ടൻ പി മെൽഡൻ, കാൾബാരി ഷാർപ്ലേസ് എന്ന് പറയുന്ന ആളുകൾക്കാണ് 3 പേരാണ് പങ്കിട്ടിട്ടത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവരുടെ കണ്ടുപിടുത്തം എന്ന് ചോദിച്ചാൽ ക്ലിക്ക് കെമിസ്ട്രിയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനത്തിന് വേണ്ടിയിട്ടാണ്. 2023 മൗഗി ജി ബവൻഡി, ലൂയിസ് ബ്രൗസ്, അലക്സി എക്കിമോവ് ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തിയതിന് 2024 ഉറപ്പായും നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇനി വരുന്ന എക്സാമുകൾക്ക് തീർച്ചയായിട്ടും 2024 രസതന്ത്ര നോബൽ പ്രൈസ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഓർത്തു വെച്ചോ, ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ് അതേപോലെ തന്നെ ജോൺ എം ജംബർ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് പ്രോട്ടീൻ ഘടനയുടെ പ്രവചനത്തിന്. അപ്പോൾ ജസ്റ്റ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ എന്ന് മാത്രം ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 2024 ഡേവിഡ്, ഡെമിസ്, ജോൺ. ഓക്കെ, അപ്പോൾ ഡേവിഡ്, ഡെമിസ്, ജോൺ ഈ 3 പേരൊന്ന് ഓർത്തു വെച്ചോ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. 2024 രസതന്ത്ര നൊബേൽ സമ്മാനം. ഓക്കെ, എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഉചിതമായത് ചേർത്തെഴുതുക. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃത്യം അന്യരനുഭവിച്ചിടുക തന്നെ വരൂ. അത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി രാമചന്ദ്രൻ. അടുത്തത് ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം, OP സുരേഷ്. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ മനസ്സിൽ പാർപ്പ്, മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ, അത് KR ടോണിയാണ്. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി, ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാതിരിക്കുന്നതും നല്ലതിന്. അപ്പോൾ ഈ ഒരു 4 പോയത്തിൻ്റെ വരികളാണ് നമ്മുടെ അടുത്ത കവിതകളുടെ വരികളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആരൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഉചിതമായത് ചേർത്തെഴുതുക എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് SCRT ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ SCRTയുടെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഹോട്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്നുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പിക്സുകൾ കറക്റ്റായിട്ട് നോക്കി പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ആ ഹോട്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി നേരം നമ്മൾ ഓപ്ഷനിലേക്ക് നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാം. കാരണം നിലവിൽ എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിലവിൽ 3, 1, 5, 2 അതേപോലെ തന്നെ കുറച്ച് വരികളും അതേപോലെ തന്നെ അത് എഴുതിയ കവികളും ആരൊക്കെയാണെന്നുള്ളത് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലിനാൽ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ. ആ മരണമെത്തുന്ന നേരത്ത് റഫീഖ് അഹമ്മദിൻ്റെ കവിതയുടെ വരികളാണ്. നമ്മളിതൊക്കെ ഒത്തിരി തവണ കേട്ട ഇതാണ്. സ്പിരിറ്റ് എന്ന് പറയുന്ന മൂവിയിൽ ലാലേട്ടനൊക്കെ തകർത്ത് അഭിനയിച്ച ഒരു ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമ്മളിത് കണ്ടതാണ്, കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റഫീഖ് അഹമ്മദിൻ്റെ വരികളാണെന്നുള്ളത് എല്ലാവർക്കും തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മലയും പേറി വരുന്നൊരു മടിയനു വഴി കാണിച്ചു നടക്കും നേരം, മുടിയിഴ ഏഴായി കീറി നെന്തൊരു വഴിയൊന്നു ഒരുവാൻ ചോദിക്കുന്നു. വഴി എന്ന് പറയുന്ന ആ ഒരു കവിതയിൽ PP രാമചന്ദ്രൻ്റെ വരികളാണ് ഇത്. ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ നുണകൾ നാട്ടിൽ മുഴുവൻ പാട്ടായി, നദിയിൽ ജലമൊഴുകാറുണ്ടത്രേ, മലകളിലെങ്ങും കാടത്രേ, ഇടവപ്പാതിയില്ലായിടത്തും ഇടവിടാതില്ല മഴയത്രേ, കൃഷി ചെയ്തിടാനത്രേ, വയലുകൾ കുടിച്ചി വടാനില്ലത്രേ. അത് പരമാർത്ഥം എന്ന് പറയുന്ന ആ ഒരു കവിതയിൽ PP രാമചന്ദ്രൻ്റെ വരികളാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
കാരണം ഇതേപോലുള്ള നമുക്ക് എന്താണ് ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പി രാമചന്ദ്രൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. കാരണം കണക്റ്റിംഗ് ഫാക്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, പി രാമചന്ദ്രൻ്റെ ആദ്യ കവിത സമാഹാരം ഏതാന്ന് ചോദിച്ചാൽ കാണേ കാണേ എന്നുള്ളതാണ് പി രാമചന്ദ്രൻ്റെ ആദ്യത്തെ കവിത സമാഹാരം കാണേ കാണേ. ഓക്കെ, പി രാമചന്ദ്രൻ്റെ മറ്റു പ്രധാന കൃതികളാണ് കലംകാരി, ലളിതം, കാറ്റേ കടലെ, നല്ല മാഷല്ല ഞാൻ. ഓക്കെ, അപ്പോൾ ഈ 4 ഒന്ന് ഓർത്തു വെച്ചോ. കാരണം പി രാമചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ ഓർത്തോ, പി രാമചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കലംകാരി, ലളിതം, കാറ്റേ കടലെ, നല്ല മാഷല്ല ഞാൻ. ഈ കൃതികൾ ഒന്ന് ഓർത്തു വയ്ക്കുക. 2020 കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് OP സുരേഷാണ്. കവിത താജ്മഹൽ എന്ന് പറയുന്ന കവിതയ്ക്കാണ്. 2013 കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് KR ടോണിക്കാണ്. ഓക്കെ, KR ടോണിയുടെ പ്രധാന കൃതികളാണ് സമനില, ദൈവപതി, അണ്ടകാണ്ഡം, അതേപോലെ തന്നെ O നിഷാദ, പ്ലൂമേനമ്മായി, പേരെഴുത്ത്, യക്ഷിയും മട്ടും. ഓക്കെ, യക്ഷിയും മട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിൻ്റെ അകത്ത് കണക്റ്റിംഗ് ഫാക്റ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. അത്യാവശ്യം നിലവിൽ എന്താണ് ഇതൊക്കെ ചോദിച്ചേക്കണതുമാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, നിലവിൽ ഈ പറയുന്ന കവിവാക്യങ്ങൾ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല കടുപ്പമുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1, 2, 3 തവണയെങ്കിലും വായിച്ചെങ്കിൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, 2, 3 തവണ വായിച്ചു നോക്കുക. ഇതിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് നോക്കി 2, 3 തവണ ഒന്നുകൂടി വായിച്ച് സെറ്റാക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സും 1, 2 തവണ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. കേരള റെനൈസൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി ക്ലാസ്സുകൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന വാഗ്ഭടാനന്ദനെ കുറിച്ചും ചട്ടമ്പി സ്വാമികളെ കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അതേപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗി, അങ്ങനെയുള്ള എല്ലാ നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നതാണ്. എന്നാൽ SCERT NCERTയുടെ അകത്ത് നോക്കിക്കഴിയുമ്പോൾ SCERTയിൽ വളരെ കുറച്ച് ഫാക്റ്റ് മാത്രമാണ് നമുക്ക് നിലവിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഫാക്റ്റ് അനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു, അതേപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു, അഭിനവ കേരളം മുഖപത്രം തുടങ്ങി, ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ 4 പ്രസ്താവനകളാണ് നിലവിലുള്ളത്. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിയായത് മാത്രം തിരഞ്ഞെടുക്കാനാണ്. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഏതാണ് ശരി എന്നുള്ളത്. 1ഉം 3ഉമാണ് നിലവിൽ ശരി എന്ന് പറയുന്നത്. ഓക്കെ, 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന ആളാണ് ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ. ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ് ആത്മവിദ്യാ സംഘം എന്നാണ് സ്ഥാപിതമായത്, ആരാണ് ഇതിന്റെ സ്ഥാപകൻ എന്നുള്ളതൊക്കെ ഒത്തിരി തവണ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പഠിച്ചു വയ്ക്കുക. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. അതേപോലെ തന്നെ ഇതെന്നാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിതമായത്. ഓക്കെ, അപ്പോൾ ആത്മവിദ്യാ സംഘം ആരാണ് സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. എന്നാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1917 എന്തായിരുന്നു ഈ പറയുന്ന ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പെട്ട ഒന്നാണ് ഈ പറയുന്ന ആത്മവിദ്യാ സംഘം. അപ്പോൾ അന്ധവിശ്വാസങ്ങളും അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി സ്ഥാപിച്ച സംഘടനയായിരുന്നു എന്തെന്ന് പറയുന്നത് ആത്മവിദ്യാ സംഘം. അതേപോലെ തന്നെ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. മുഖപത്രം എന്ന് പറയുന്നത് അഭിനവ കേരളമാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്നത് അഭിനവ കേരളമാണ്. എന്നാണ് അഭിനവ കേരളം പത്രം പുറത്തിറങ്ങിയത് ചോദിച്ചു കഴിഞ്ഞാൽ 1921 അഭിനവ കേരളം എന്ന് പറയുന്ന ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം പുറത്തിറങ്ങിയത്. ഓക്കെ, ഇനി ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തവരാണ് കുന്നോത്ത് കുഞ്ഞേക്കു ഗുരുക്കളും അതേപോലെ തന്നെ കറപ്പയിൽ കണാരൻ മാസ്റ്റർ, ധർമ്മധീരൻ, അതേപോലെ തന്നെ കയ്യാല ചേക്കു, പാലേരി ചന്തമ്മൻ. ഓക്കെ,
അത്രയ്ക്കൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന വ്യക്തി വാഗ്ഭടാനന്ദനെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ വർഷവുമാണ് PSCക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ബാക്കിയുള്ള ആളുകളുടെ ഒന്നും നിലവിൽ ചോദിക്കാറില്ല. ഇനി എങ്ങാനും വല്ല സ്റ്റേറ്റ്മെന്റിലേക്ക് കയറ്റി ഇട്ടാൽ മാത്രം എന്ത് ചെയ്യുക, അത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്നോത്ത് കുഞ്ഞേക്കു ഗുരുക്കള്, അതേപോലെ തന്നെ കറപ്പയിൽ കണാരൻ മാസ്റ്റർ, ധർമ്മധീരൻ കയ്യാലച്ചേക്കു, പാലേരി ചന്തമ്മൻ. ഓക്കെ, ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലബാറാണ്. ഓക്കെ, അപ്പോൾ ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാറാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി എന്ന് പറയുന്നത്. 1921 ഈ പറയുന്ന കവിത, സ്വതന്ത്ര ചിന്താമണി എന്ന് പറയുന്ന കവിത പുറത്തിറങ്ങിയത്. അപ്പോൾ ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് സ്വതന്ത്ര ചിന്താമണിയാണ്. എന്നാണ് സ്വതന്ത്ര ചിന്താമണി എന്ന് പറയുന്ന കവിത പുറത്തിറങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1921. ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രധാന നേതാക്കളായിരുന്നു കെ ദേവയാനി, പി ഭാർഗവി അമ്മ, എം ലക്ഷ്മിക്കുട്ടി അമ്മ. ഓക്കെ, അപ്പൊ 3 പേരെ ഒന്ന് ഓർത്തു വെച്ചോ. ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രധാന നേതാക്കളായ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കെ ദേവയാനി, പി ഭാർഗവി അമ്മ, എം ലക്ഷ്മിക്കുട്ടി അമ്മ. ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലമാണ് കാരക്കോട്. ഓക്കെ, അപ്പോൾ ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാരക്കാടാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതിയാണ് ആത്മവിദ്യ. അപ്പോൾ ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ആത്മവിദ്യയാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ഒത്തിരി തവണ ചോദിച്ച PYQ ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവും. അതായത് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാഗ്ഭടാനന്ദനാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ഫാക്ട് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ചൊന്നുകൂടി പറയാം. ആത്മവിദ്യാ സംഘം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് സ്ഥാപകനായിട്ടുള്ള വാഗ്ഭടാനന്ദനെ കുറിച്ചാണ്. അതേപോലെ തന്നെ ഈ ഒരു സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനം എന്നാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1917 അന്ധവിശ്വാസങ്ങൾക്കും അർദ്ധശൂന്യമായ ചടങ്ങുകൾക്കും വേണ്ടിയിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. മുഖപത്രം അഭിനവ കേരളമാണ്. 1921 അഭിനവ കേരളം പത്രം എന്ത് ചെയ്തത്, പുറത്തിറങ്ങിയത്. വിദ്യാസംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ആത്മവിദ്യാ സംഘത്തിന്റെ അത് മലബാറാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിത ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വതന്ത്ര ചിന്താമണിയാണ് 1921. ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രധാന നേതാക്കളാണ് കെ ദേവയാനി, പി ഭാർഗവിയമ്മ, എം ലക്ഷ്മിക്കുട്ടിയമ്മ. ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് കാരക്കോട്. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ആത്മവിദ്യയാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ അതാണ് വാഗ്ഭടാനന്ദൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് താഴെ പറയുന്നവയിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് നിലവിൽ ഏതാണ് ശരി എന്നുള്ളത് നോക്കുക. ചെസ് കളിയുമായി ബന്ധപ്പെട്ടാണ് ലെഗ് ബൈ, ക്ലാസിങ്, അതേപോലെ തന്നെ പിഞ്ചിങ്, സ്റ്റെയിൽമേറ്റ്. ഓക്കെ, അപ്പോൾ ചെസ് കളിയുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട്, ഫുട്ബോളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ എപ്പോഴും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, പദങ്ങൾ ഏതാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളത് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് എന്താണ് നിലവിൽ കാസ്ലിംഗ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെസ് കളിയുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ സ്റ്റെയിൽമേറ്റും എന്താണ് ചെസ്സുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കായിക ഇനവും അതുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും നോക്കാം. അപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ് ആദ്യം നമ്മൾ പറയുന്നത്. അതായത് കോർണർ കിക്ക് എന്ന് പറയുന്നത് ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ് കോർണർ കിക്ക്. അതേപോലെ തന്നെ സൈഡ് ബോൾ, അതെന്താണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ് സൈഡ് ബോള്. പെനാൽറ്റി കിക്ക്, അതേപോലെ തന്നെ ഗോൾ കിക്ക്, ട്രിബിള്, ഫൗള്, ത്രോ ഇൻ, അതേപോലെ തന്നെ ഓഫ് സൈഡ്, ഗോൾഡൻ ഗോള്, ബനാന കിക്ക്, ബൈസിക്കിൾ കിക്ക്, അതേപോലെ സെറ്റ് പീസ്, സഡൻ ഡെത്ത്, ഡീസൻ കട്ട്, റെഡ് കാർഡ്, സ്ട്രൈക്കർ. ഇത്ര എന്താണ്
ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ഇനിയും നമുക്ക് ASM വരുന്നുണ്ട്, VFA വരുന്നുണ്ട്, VVO വരുന്നുണ്ട്, മുതലായ ഏതൊരു എക്സാമിലും അതേപോലെ തന്നെ ബെവ്കോ LDC വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാം: കോർണർ കിക്ക്, അതേപോലെ തന്നെ സൈഡ് ബോള്, പെനാൽറ്റി കിക്ക്, ഗോൾഡൻ കിക്ക്, അതേപോലെ തന്നെ ട്രിബിള്, ഫൗൾ ത്രോ, അതേപോലെ ഫൗള്, ത്രോ ഇൻ, അതേപോലെ തന്നെ ഓഫ് സൈഡ്, ഗോൾഡൻ ഗോള്, ബനാന കിക്ക്, അതേപോലെ ബൈസിക്കിൾ കിക്ക്, സെറ്റ് പീസ്, സഡൻ ഡെത്ത്, ഡീസൻ കട്ട്, റെഡ് കാർഡ്, സ്ട്രൈക്കർ. ഇതൊക്കെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വരുന്ന പദങ്ങളാണ്. ഇതിപ്പോൾ ഒറ്റയടിക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. പക്ഷേ എന്ത് ചെയ്യുക, 2-3 തവണ വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സോർട്ട് ചെയ്തെടുത്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി ക്രിക്കറ്റാണ്. ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദങ്ങളാണ് ഗൂഗ്ലി, ഫോളോ ഓൺ, ചൈനാമാൻ, അതേപോലെ സില്ലി പോയിന്റ്, ദൂസര, വൈഡ്, LBW, ബൗൺസർ, ഡക്ക്, ഫ്രീ ഹിറ്റ്, യോർക്കർ, നൈറ്റ് വാച്ച്മാൻ, ഗള്ളി, ബീമർ, തേർഡ്മാൻ, കവർ, കണക്ഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. എപ്പോഴും ചോദിക്കുന്നത് ഈ പറയുന്ന ഗൂഗ്ലി ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ ചൈനാമാൻ ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ ചോദിക്കുന്നതാണ് LBW, ബൗൺസർ ചോദിക്കാറുണ്ട്, യോർക്കർ, നൈറ്റ് വാച്ച്മാൻ, തേർഡ്മാൻ, അതേപോലെ തന്നെ എന്താണ് കണക്ഷൻ, കണക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തത് ബാസ്കറ്റ് ബോൾ ആണ്. ബാസ്കറ്റ് ബോളിൽ വരുന്നതാണ് ഹെൽഡ് ബോള്, ജംപ് ബോള്, പിവോട്ട്, സ്റ്റീല്, ബാസ്കറ്റ്, ഡ്രിബ്ലിംഗ്, ടാപ്പ്, എയർ ബോള്. ഓക്കെ, ഇത്രയും ബാസ്കറ്റ് ബോളിൽ വരുന്നതാണ്. ഹോക്കിയിലാണെങ്കിൽ ബുള്ളി, ക്യാരി, സ്കെട്ട്, സ്റ്റിക്ക്, ഡ്രിബിള്, ഡ്രിഫ്റ്റി, യാർഡ്, ലൈൻ, പെനാൽറ്റി, കോർണർ, 16 യാർഡ് ഹിറ്റ്, സ്ട്രൈക്കിംഗ്, സ്കൂപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും എന്തിൽ വരുന്നുണ്ട്, ഹോക്കിയിൽ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും ഇത് ഡിസ്ക്രൈബ് ചെയ്ത് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ലെങ്ത്ത് ഒത്തിരി കൂടുതലായി പോകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറയുന്നു, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് കിട്ടിക്കഴിഞ്ഞുമ്പോൾ PDF നോട്ട് കിട്ടിക്കഴിയുമ്പോൾ 1-2 തവണ എന്ത് ചെയ്താൽ മതി, വായിച്ചാൽ മതി. ഓക്കെ, ഇനി ടെന്നീസ് ഡ്യൂസ്, ഏസ്, സ്മാഷ്, ഡബിള്, ഫോൾട്ട്, ബാക്ക്, ഹാൻഡ്, സ്ട്രോക്ക്, ലെറ്റ്. ഓക്കെ, കബഡി ആണെങ്കിൽ ലോണ, റൈഡർ, ആൻറ്റി, കാർഡ്. ഓക്കെ, ഇനി ബേസ്ബോൾ ആണെങ്കിൽ ബണ്ടിങ്, ക്യാച്ചർ, ഡയമണ്ട്, ഹിറ്റ്, പിഞ്ച്, ഹോം, ബാറ്ററി, ബെയിൽസ്, പിച്ചർ. ഷൂട്ടിങ് ബുൾസൈ, അതേപോലെ തന്നെ ഇന്നർ ബാഗ്. ഇനി ഭാരോദ്വഹനം വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണെങ്കിലോ ബഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ്, ക്ലീൻ ആൻഡ് ജർക്ക്, സ്നാച്ച്. ഇനി ചെസ് പോൺ, റൂക്ക്, ചെക്ക്മേറ്റ്, ബിഷപ്പ്, കാസ്ലിംഗ്, സ്റ്റെയിൽമേറ്റ്. ഇതൊക്കെയാണ് ചെസ്. വോളിബോൾ ആണെങ്കിൽ സ്മാഷ്, ബ്ലോക്കിംഗ്, ഹോൾഡിങ്, ജമ്പ്, സെറ്റ്, സ്പൈക്കൽ, ലിബറോ, വോബി, പാൻ, കേക്ക്, ഡിങ്ക്, ആൻറ്റിന. ഗോൾഫ് കാഡ്, പൂട്ട്, ടീ, ബങ്കർ, ഡോർഫി, ഫെയർവേ, പാർ, ലിങ്കസ്. പോളോ ആണെങ്കിൽ ചൂക്കർ, മാലറ്റ്, ഹുക്ക്. ഇത്രയാണ് പോളോയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിൽ ഏകദേശം 10ഓളം വരുന്ന കായിക ഇനവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏകദേശം ഒരു 50ഓളം വരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി. അപ്പോൾ കുറച്ച് ടഫാണ്, കാരണം ഇത് വായിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വരാറുള്ളത് മക്കളെ നിലവിൽ ക്രിക്കറ്റ് ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ വരുന്നതാണ് ചെസ്സ് ചോദിക്കാറുണ്ട്, പിന്നെ വരുന്നത് ഫുട്ബോൾ ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ ബേസ്ബോള്, ഷൂട്ടിങ്. ഇത്രയാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതെങ്കിലും എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പദങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദങ്ങളെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാളി ദ്വാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഏതാണ്? നമുക്ക് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ വക ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ LDCയുടെ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയേക്കുന്നതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതാണ്. എങ്കിലും ജസ്റ്റ് ഇതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. കാളിദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുടിയേറ്റാണ്. ഓക്കെ, കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന അനുഷ്ഠാന കലയാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കാളിദ്വാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം, അതാണ് എന്തെന്ന് പറയുന്നത്, മുടിയേറ്റ്. ഇനി പ്രധാനമായും കേരളത്തിൽ നടന്നു വരുന്ന ഭദ്രകാളി പ്രീതിക്കായുള്ള അനുഷ്ഠാന കലയായ മുടിയേറ്റ്
മധ്യ തിരുവിതാംകൂറിൽ അറിയപ്പെടുന്നത് മുടിയെടുപ്പ് എന്ന പേരിലാണ്. ഇവ തമ്മിൽ വേഷവിധാനത്തിലും ചടങ്ങുകളിലും ചെറിയ വ്യത്യാസവുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നിലവിലെ മുടിയേറ്റ് അതർവൈസ് നോണസ് എന്ത് ഈ പറയുന്ന മുടിയെടുപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് എന്താണ് നിലവിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ്, അതായത് ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അനുഷ്ഠാന കല ചെയ്യുന്നത്. ഇന്നൊക്കെ അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്ര കലാരൂപം തന്നെയാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. ആർക്കും ഇതൊന്നും കാണാനോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനോ ഉള്ള സമയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, അന്യം നിന്ന് പോകുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അടുത്ത ദിവസത്തേക്ക് വരുന്നതായിരിക്കും, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട് കൂടി പഠിച്ചായിരിക്കും പോകുന്നത്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറന്നു പോകും. അപ്പോൾ എന്താണോ വേണ്ടത് അത് മാത്രം അങ്ങ് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കലാരൂപവും അതിൻ്റെ സവിശേഷതകളും ഒന്ന് നോക്കാം. ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപം വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിൽ നടക്കുന്ന കലാരൂപമാണ് ഗദ്ദിക. ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപം താഴെ പറയുന്നവയിൽ ഏതു ജില്ലയിലാണ് ഇത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിൽ നടക്കുന്ന കലാരൂപമാണ് ഗദ്ദിക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപം വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിലാണ് നടക്കുന്നത്. അടുത്തത് കണ്യാർ കളി. പാലക്കാട് ജില്ലയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലയാണ് കണ്യാർ കളി. ഭഗവതി പ്രീതിക്ക് വേണ്ടി തന്നെയാണ് ഈ പറയുന്ന കണ്യാർ കളി എന്ന് പറയുന്ന ആ ഒരു കലാരൂപം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ കണ്യാർ കളി നടക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയിൽ ആണ് നിലവിൽ കണ്യാർ കളി നടക്കുന്നത്. അത് ഭഗവതി പ്രീതിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കലയാണ് എന്തെന്ന് പറയുന്നത്, കണ്യാർ കളി. അടുത്തതാണ് കുമ്മാട്ടിക്കളി. തൃശ്ശൂരിൽ ഓണക്കാലത്തെ ഒരു വിനോദമായും ചിലയിടങ്ങളിൽ അനുഷ്ഠാന കലയായും പരിഗണിച്ചു വരുന്ന ഒരു ഉത്സവമാണ് കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ജില്ലയിലാണെന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചോ മക്കളെ. കുമ്മാട്ടിക്കളി തൃശ്ശൂർ ജില്ലയിലാണ്. ഓണക്കാലത്തെ ഒരു വിനോദ ചടങ്ങായിട്ടാണ് ശരിക്കും തൃശ്ശൂർ ജില്ലയിൽ ഈ കുമ്മാട്ടിക്കളി നടക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഒരു അനുഷ്ഠാന കലയായിട്ടും എന്ത് ചെയ്യുന്നു, പരിഗണിച്ചു വരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് മുടിയേറ്റ്, ഗദ്ദിക, കണ്യാർ കളി, അതേപോലെ തന്നെ കുമ്മാട്ടിക്കളിയാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു കാളിദാരിക യുദ്ധ പ്രമേയമാക്കിയ പ്രാചീന കലാരൂപം ചോദിച്ചാൽ അത് മുടിയേറ്റാണ്. കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിലാണ് ഈ പറയുന്ന മുടിയേറ്റ് നടത്തി വരുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു ഗദ്ദിക. ഗദ്ദിക എന്ന് പറയുന്നത് വയനാട്ടിലെ ഗോത്രവർഗക്കാരുടെയും നടത്തിയ കലാരൂപവും. കണ്യാർ കളി പാലക്കാട് ജില്ലയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലയാണ്. ഭഗവതി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് കണ്യാർ കളി നടത്തുന്നത്. കുമ്മാട്ടിക്കളി ആണെങ്കിൽ തൃശ്ശൂരിൽ ഓണക്കാലത്തെ ഒരു വിനോദമായും ചിലയിടങ്ങളിൽ അനുഷ്ഠാന കലയായുമാണ് ഇത് പരിഗണിച്ചു വരുന്നത് എന്നും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും എന്താണ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ക്ലാസ് എല്ലാവരും കണ്ടു കഴിഞ്ഞാലുടൻ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ പിന്നേന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന അടുത്ത ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ PYQ ഡിസ്കഷൻ ഇങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കുറച്ച് സ്പീഡിലാണെന്ന് പോയത്. കാരണം നിലവിൽ നമുക്ക് എന്താണ് അടുത്ത ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്തിരി സ്പീഡിൽ പോയത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നിലവിൽ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൊബേൽ പ്രൈസിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു രസതന്ത്രത്തിനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ രസതന്ത്രത്തിനുള്ളത് 2020 മുതൽ 2024 വരെയുള്ള രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണെന്നുള്ളതും അതേപോലെ തന്നെ അവരുടെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കവിയും കവിവാക്യങ്ങളുമായിരുന്നു പിന്നീട് നമ്മൾ പറഞ്ഞത്. അതും നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ നമ്മളൊരു നവോത്ഥാന നായകനായിട്ടുള്ള വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് പറഞ്ഞത്. ആത്മവിദ്യാ സംഘം അതേപോലെ തന്നെ അതിൻ്റെ സ്ഥാപകനായിരുന്ന വാഗ്ഭടാനന്ദനാണ്. എന്നാണ് ഈ ഒരു മത നവോത്ഥാന പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു അതായത് ചെസ്സ്, അതായത് കായിക ഇനവും അതുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ്, അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ചെസ്സ്, അതേപോലെ തന്നെ നമ്മുടെ ബേസ്ബോൾ, ഇത്രയെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു കണ്യാർ കളി, മുടിയേറ്റ്, ഗദ്ദിക, കുമ്മാട്ടിക്കളി എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് എവിടെയൊക്കെയാണ് നടക്കുന്നത്, ഏത് ജില്ലയിലാണ് നടക്കുന്നത്,
ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ടിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോ. അതിൻ്റെ അകത്ത് PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം വൈകിട്ട് നമുക്ക് 9 മണിക്ക് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 2020 to 25 വരെയും ചോദിച്ച മുഴുവൻ PYQൻ്റെ ഡിസ്കഷനും ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നലെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്നലെ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റാതെ പോയത്. അപ്പോൾ ഇന്ന് ആ ഒരു ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് കൂടിയും ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തുള്ള എക്സാമുകളിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.